നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. ഇന്ന് എനിക്ക് എൻ്റെ കൂടെ ഒരു വിശിഷ്ട വ്യക്തിത്വമുണ്ട്, ഡോക്ടർ സതീഷ് ഭട്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഡയബറ്റിക് ഫുഡ് സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം. വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഡോക്ടർ സതീഷ്, എന്തുകൊണ്ടാണ് അങ്ങ് ഈ ഡയബറ്റിക് ഫുഡിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് അതിൽ ഫോക്കസ്ഡ് ആയിട്ട് പോകാനുള്ളൊരു കാരണം പറയാമോ? എല്ലാവരും മുഖവും കൈയും കഴുത്തും അല്ലേ ശരീരവും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കും. അതിൻ്റെ സൗന്ദര്യം എങ്ങനെയാണെങ്കിലും എന്തെങ്കിലും ക്രീമോ ലോഷൻസ് ഒക്കെ തേച്ച് എല്ലാം ശരിയാക്കാൻ നോക്കും. കാൽപാദങ്ങൾക്ക് വേണ്ട രീതിയിൽ പരിചരണം നമ്മുടെ ആൾക്കാർ കൊടുക്കാറില്ല. ആകെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഷൂസും ചെരുപ്പും അത് ഏറ്റവും വില കൂടിയ ബ്രാൻഡോ അല്ലെങ്കിൽ ഡിസൈൻ അതൊക്കെ ചോദിച്ച് വാങ്ങിക്കും. എന്നാൽ കാൽപാദങ്ങൾ നമ്മുടെ ഈ ഭാരം ഒരു ആയുസ് മുഴുവൻ ഏറ്റെടുത്ത് അല്ലേ ഈ ഒരു ആയുസ് മുഴുവൻ കൊണ്ടേ നടക്കാനുള്ളവയാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. മറ്റുള്ള അവയവങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പ്രവർത്തന രീതിയാണ് കാൽപാദങ്ങളുടെ. കാൽപാദങ്ങൾ പലപ്പോഴും നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ലോക്കോമോഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന അവയവമാണെന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ ലോക്കോമോഷൻ ചെയ്യുന്നത് ഒരു ശരീരഭാഗത്തെ മാത്രമല്ല, ഒരു ശരീരഭാരത്തെ മുഴുവനാണ്. നിങ്ങൾക്ക് 70 കിലോ ഉണ്ടെങ്കിൽ ഓരോ കാലും 35 കിലോ വീതമാണ് ഭാരം താങ്ങേണ്ടി വരുന്നതെന്ന് മാത്രമല്ല, ഈ ഭാരം താങ്ങി ഒരു ആയുസ് മുഴുവൻ ചലിക്കേണ്ടവയാണ്. 35 കിലോ നിങ്ങൾക്ക് 2 കൈയും കൊണ്ട് എത്ര നേരത്തേക്ക് പൊക്കി പിടിക്കാൻ പറ്റും? ആ 35 കിലോ ആണ് ഓരോ ദിവസവും നിങ്ങൾ ഉണർന്നിരിക്കുന്ന 10-12 മണിക്കൂർ നിങ്ങളുടെ കാൽപാദങ്ങൾ ഏന്തി നടക്കുന്നത്. അപ്പോൾ അവയെ നല്ല രീതിയിൽ പരിചരിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? ആരും ചെയ്യുന്നില്ല. ഞാനെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഓർത്തോപെഡിക്സിലെ സ്പെഷ്യലൈസേഷന് ശേഷം ഞാൻ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തു. വണ്ടർഫുൾ. നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമിയായിട്ട് ഉള്ള ബന്ധം നമ്മുടെ കാൽപാദങ്ങളാണ്. കാൽപാദങ്ങളിൽ കൂടിയാണ് നമ്മുടെ ഭൂമിയായിട്ടുള്ള ബന്ധം. ഈ ജീവിക്കുന്ന ഈ ഉലകമായിട്ടുള്ള ബന്ധം, ഫിസിക്കൽ കണക്ഷൻ നമ്മുടെ കാൽപാദത്തിൽ കൂടിയാണ്. അപ്പൊ ആ കാൽപാദം നേരെയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി എല്ലാം പ്രശ്നമാവും. കറക്റ്റ് അല്ലേ? വേറൊരു കാര്യം കൂടി, ശരീരത്തിൽ ആകമാനം 206 അസ്ഥികളുണ്ട്. ഈ 206 അസ്ഥികളിൽ 4/1 നമ്മളെ കാൽപാദങ്ങളിലാണ്. ശരി. പിന്നെ 56 അസ്ഥികളാണ് 2 കാൽപാദങ്ങളിലും കൂടിയുള്ളത്. ശരാശരി 54 മുതൽ 56. അപ്പൊ 206ന്റെ 4/1 അല്ലേ? ഈ ചെറിയ കാൽപാദങ്ങൾ ശരീരത്തിന് 4/1 അസ്ഥികൾ ഉള്ള അവയവങ്ങളാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇപ്പൊ അങ്ങ് ഡയബറ്റിക് സിറ്റുവേഷനിൽ ഡയബറ്റിക് ഫുഡ് കെയറിനെ പറ്റി ധാരാളം സംസാരിച്ച് കേട്ടിട്ടുണ്ട്. ഈ ഡയബറ്റിക് അല്ലാത്ത ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു നോർമൽ ഇൻഡിവിജ്വൽ എന്തൊക്കെ രീതിയിൽ പാദങ്ങൾ സംരക്ഷിക്കണം എന്നൊന്ന് വിവരിച്ചു തരാമോ? ഓക്കെ. പാദ സംരക്ഷണം എന്ന് പറയുന്ന ചർമ്മ സംരക്ഷണം അല്ല. ആദ്യം അത് ഓർക്കണം. പാദങ്ങൾ നല്ല രീതിയിൽ മിനുസമുള്ള ചർമ്മത്തിന് ഇതായാൽ എല്ലാം ഓക്കെ ആയി, അല്ലെങ്കിൽ നഖം വെട്ടി നല്ല ആകൃതിയിലാക്കിയാൽ എല്ലാം ആയി എന്നുള്ളൊരു ധാരണയുണ്ട്. തെറ്റാണ്. പാദങ്ങളുടെ പ്രധാന കടമ വെയിറ്റ് ബെയറിംഗ് ആണ് ആൻഡ് ലോക്കോമോഷൻ ആണെന്ന് നമ്മൾ മറക്കരുത്. അപ്പോൾ വെയിറ്റ് ബെയറിങ്ങിന് വേണ്ടി പാദങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അസ്ഥികൾ മാത്രമല്ല മാംസപേശികളും സുശക്തമായിരിക്കണം. അപ്പോൾ മാംസപേശികളുടെ പാദപരിചരണത്തിൽ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഈ അസ്ഥികളുടെ മാംസപേശികളുടെ ആരോഗ്യത്തിൽ വേണം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ. അതിനെന്താ ചെയ്യേണ്ടത്? ഇവയ്ക്ക് നല്ല വ്യായാമം കിട്ടണം, ഇവയ്ക്ക് നല്ല സപ്പോർട്ട് കിട്ടാൻ പാദരക്ഷകൾ. അപ്പോൾ പാദപരിചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യമായ പാദരക്ഷകൾ എന്ന് പറയുമ്പോൾ ഫാഷൻ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, നിങ്ങളുടെ കാൽപാദങ്ങൾക്ക് അനുയോജ്യമായ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിന് അനുയോജ്യമായ പാദരക്ഷകൾ തന്നെ നിങ്ങൾ ധരിക്കണം. കുറേ നടന്ന് ജോലി ചെയ്യുന്നൊരു വ്യക്തിയുടെ പാദരക്ഷകളായിരിക്കില്ല ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ആവശ്യം. ശരിയല്ലേ? ആ കാര്യം ഓർത്ത് വെച്ചിട്ട് വേണം പാദരക്ഷകൾ തിരഞ്ഞെടുക്കാൻ. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ശരീരത്തിന് നിങ്ങൾ പരിചരിക്കുന്ന അതേ പരിചരണം തന്നെ എത്രത്തോളം നിങ്ങൾ ഫേസിനെ പരിചരിക്കുന്നുണ്ടോ അത്രത്തോളം ഫീറ്റിനെയും പരിചരിക്കണം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ വാട്ട് യു ഡോണ്ട് യൂസ് ഇൻസൈഡ് യുവർ ഐസ് ഡു നോട്ട് യൂസ് ഓൺ യുവർ ഫീറ്റ് എന്നും പറയുന്നുണ്ട്. കണ്ണിലേക്ക് നിങ്ങൾ എന്തെങ്കിലും സാധനം എടുത്ത് ഒഴിക്കുകയോ? ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് കാൽപാദത്തിൽ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിക്കുന്നു? പലരും
കാലിൽ എന്തൊക്കെയാണോ ഒഴിച്ചു കൊണ്ടുവരുന്നതെന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാവും. ടെർപ്പിൻറ്റിൻ പോലത്തെ സാധനങ്ങൾ ഒഴിച്ച് കാലിൽ വന്ന ആൾക്കാരുണ്ട്. ഡെറ്റോള്, സാവലോൺ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർക്ക് ഈ കാൽപാദങ്ങൾ നനച്ചാലേ സുഖം കിട്ടുള്ളൂ. കാൽപാദങ്ങൾ വൃത്തിയായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നനയ്ക്കണം. നനച്ചത് കുതിർക്കണം. നനച്ചാൽ മാത്രം പോരാ, വെള്ളത്തിൽ മുക്കി വെക്കണം. കുതിർത്ത് കഴിഞ്ഞപ്പോൾ ഇത് കിടന്ന് ഒരയ്ക്കണം. ഇതിട്ട് ഒരയ്ക്കണം. ആണോ? അത് ബാത്റൂമിന്റെ പ്രതലം ആയിക്കോട്ടെ, മാറ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ടവൽ. നമ്മൾ കുളി കഴിഞ്ഞ് വന്നാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പാദം ഒപ്പിയെടുക്കാൻ അല്ലെങ്കിൽ പാറ്റ് ഡ്രൈ ചെയ്യാൻ അറിയില്ല. അതിട്ട് ഒരയ്ക്കണം. ഒരച്ചു കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത്. ഈവൻ ഇൻ നോൺ ഡയബറ്റിക്സ്. ബിക്കോസ് ദ സ്കിൻ, കാൽപാദത്തിന്റെ സ്കിൻ പല സ്ഥലങ്ങളിലും പല ടൈപ്പ് ഉള്ളതാണ്. അപ്പൊ ഡോർസം, പാദത്തിന്റെ മുകളിലുള്ള സ്കിന്നല്ല, പാദത്തിന്റെ അടിയിലുള്ള സോളിൽ തന്നെ വെയിറ്റ് ബെയറിങ്ങിന് ഏരിയയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സ്കിൻ ഇതുണ്ട്. ആൻഡ് വെയിറ്റ് ബെയറിങ് അല്ലാത്ത ആർച്ചിൽ വേറെ ടൈപ്പ് സ്കിന്നാണ്. നിങ്ങളുടെ പാദം തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് വേണം പാദപരിചരണം ചെയ്യാൻ. അപ്പൊ ഒരയ്ക്കുന്നത് എല്ലായിടത്തും ഇട്ട് ഒരച്ചിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. പിന്നെ നഖം വെട്ടുന്നത് പലപ്പോഴും എഗെയിൻ ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പലരും നഖം വെട്ടുന്നത് മിക്കവാറും പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കാണാറുണ്ട് പലപ്പോഴും. ആൻഡ് അനാവശ്യമായിട്ടുള്ള ലേപനങ്ങൾ, അനാവശ്യമായിട്ടുള്ള ഇറിറ്റൻസ് കാലിൽ പുരട്ടാതിരിക്കുക. സിമ്പിൾ നോൺ ഡയബറ്റിക്സിന് വേണ്ടിയുള്ളത്. അപ്പോൾ ഒന്ന് ഫുട്വെയർ, 2 പ്ലീസ് ഡു നോട്ട് യൂസ് എനി ഇറിറ്റേറ്റിംഗ് സ്റ്റഫ് ഓൺ യുവർ ഫീറ്റ്. അതുപോലെ നഖം വെട്ടുന്നത്, പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ നെയിൽസ് ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാലിൻ്റെ കടമ എന്താണ്? വെയിറ്റ് ബെയറിംഗ് ആൻഡ് ലോക്കോമോഷൻ. ഇവ കൃത്യമായിട്ട് നടത്താം. അപ്പൊ അതായത് അതിന്റെ കൂട്ടത്തിലെ എക്സസൈസും പ്രധാനമാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നെവർ സ്മോക്കിംഗ്. സ്മോക്കിംഗ് ആണ് കാൽപാദത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ടൊബാക്കോ എങ്ങനെയാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പണ്ട് സ്മോക്കേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞൊരു അവസ്ഥ തന്നെ ഉണ്ടാകും. TAO എന്നാണ് അതിന്റെ ഫുൾ ഫോം. ത്രോംബോ ആൻജൈറ്റിസ് ഓബ്ലിറ്ററാൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയും. അതിലെന്താ പറ്റുന്ന വെച്ചാൽ കാൽപാദങ്ങളിൽ ഈ രക്തധമനികളുണ്ടല്ലോ, രക്തധമനികളിൽ എത്തിക്കഴിയുമ്പോൾ എൻഡ് ആർട്ടറീസ് എന്ന് പറയും. അവിടെ ചെറിയ കൊലാറ്ററൽസേ ഉള്ളൂ. അപ്പൊ ഈ എൻഡ് ആർട്ടറീസിൽ എന്താ പറ്റുന്നത്? പുകവലിയിലൂടെ വരുന്ന ഇൻഫ്ലമേഷൻ കാരണം, നീർക്കെട്ട് കാരണം അതിൽ ചിലപ്പോൾ രക്തം കട്ട പിടിച്ച് ഒരു വിരലിലേക്ക് പോകുന്ന രക്തധമനിയിലാണെങ്കിൽ ആ വിരലിലേക്കുള്ള രക്തോട്ടം പൂർണ്ണമായിട്ടും തടസ്സപ്പെടും. ആണല്ലോ. അപ്പോൾ അവിടെ ഗാംഗ്രീൻ വന്നിട്ട് പിന്നെ ആ വിരൽ തന്നെ മുറിച്ച് കളയേണ്ടി വരാറുണ്ട്. സ്മോക്കേഴ്സ് ഡിസീസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് തന്നെ. നോൺ ഡയബറ്റിക്സിലും ഇത് ഒരുപാട് കാണാറുണ്ട്. അപ്പൊ പാദപരിചരണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് പുകവലി, അല്ലെങ്കിൽ പുകയില പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക എന്നുള്ളത്. പിന്നെ അങ്ങ് ഈ എക്സസൈസ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാൽപാദത്തിനും പൊതുവെ കാലുകൾക്കും ഏറ്റവും അധികം എക്സസൈസിന് അതിനെക്കുറിച്ച് കുറച്ചൊന്ന് വിശദമായിട്ടൊന്ന് സംസാരിക്കാമോ? എന്തൊക്കെ എക്സസൈസസ് ആണ് നല്ലത് എന്നുള്ളത്? ഓക്കെ, പൊതുവെ കാൽപാദത്തിന് ഞാൻ പറയാറുള്ള വളരെ ലളിതമായ എക്സസൈസ് നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാവുന്നത്. അതായത് വെറുതെ ഇങ്ങനെ ഒരു കാലെടുത്ത് മറ്റേ കാലിന്റെ മുകളിലേക്ക് അങ്ങോട്ട് വെക്കുക, എന്നിട്ട് സ്ട്രെച്ചിങ് വെച്ച് തുടങ്ങാം. സ്ട്രെച്ചിങ് ഓൺ യുവർ ഓൺ, ദാറ്റ് ഈസ് ആക്റ്റീവ് സ്ട്രെച്ചിങ്. പിന്നെ പാസീവ് സ്ട്രെച്ചിങ്. ആക്റ്റീവ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം ചെയ്യുന്ന, പാസീവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൈ സഹായത്തോടെ ചെയ്യുന്നത്. ഇത് വളരെ നല്ലൊരു എക്സസൈസാണ്. അതുപോലെ ഫ്ലെക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ആൾക്കാർക്ക് ഈ വിരലിന്റെ ഈ ജോയിന്റ് ഉണ്ടല്ലോ, ഇന്റർഫെലൻജിയൽ ജോയിന്റ് എന്ന് പറയുന്നത്, ഇന്റർഫെലൻജിയൽ ജോയിന്റ് പലപ്പോഴും ഫ്ലെക്സ് ചെയ്യാൻ സാധിക്കാറില്ല. അവര് ഫ്ലെക്സ് ചെയ്യാൻ പറയുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യും. നമുക്ക് വേണ്ടത് ഇതാണ്, ശരിക്കും ഇത്തരത്തിലുള്ള. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ടെൻഡോൺസും പിന്നെ ഈ സപ്പോർട്ടിങ് ലിഗമെന്റ്സും പിന്നെ മസിൽസിനും നല്ല സ്ട്രെച്ചിങ് കിട്ടും. അപ്പൊ അത് ഒരു ഉഗ്രൻ എക്സസൈസ് ആണ്. പിന്നെ ടിപ്പ് ടോയിങ് വിത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം എഴുന്നേറ്റ് നിൽക്കുക, പിന്നെ നിങ്ങളുടെ പാദങ്ങളിൽ നിങ്ങളുടെ ഭാരം ഉയർത്തുക. ബാലൻസ് തെറ്റാതെ നോക്കുക. പ്ലീസ് ബി കെയർഫുൾ. ഇത് അമിത ആവേശത്തിൽ ആരെങ്കിലും പോയിട്ട് വീണ് അപകടം ഉണ്ടാക്കരുത്. സോ പ്ലീസ് ബി കെയർഫുൾ. ടിപ്പ് ടോയിങ്. പിന്നെ കാഫ് പുഷപ്സ് എല്ലാവർക്കും അറിയാവുന്ന, യൂട്യൂബിൽ സ്ഥിരമായിട്ട് വരുന്ന കാഫ് പുഷപ്സ് ആർ വെരി ഗുഡ്. കാരണം കാഫ് മസിൽസിന്റെ ഏറ്റവും അറ്റത്തുള്ള അക്കീൽസ് ടെൻഡോൺ എന്ന് പറയുന്ന ഒരു വള്ളിയാണ് കാൽപാദത്തിനെ ശരിക്കും ഉറപ്പിച്ചു നിർത്തുന്ന ഒരു പ്രധാന ഘടകം, അറിയാവുന്നതാണല്ലോ. അപ്പോൾ അക്കീൽസ് ടെൻഡോൺ സ്ട്രെങ്തൻ ചെയ്യുന്നതിലൂടെ കാൽപാദത്തിന് നല്ലൊരു എക്സസൈസ്. ഇത് സ്പെസിഫിക് ആയിട്ട് കാൽപാദത്തിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പൊതുവെ നിങ്ങൾ ചെയ്യുന്ന
നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള എക്സസൈസസ് എല്ലാം കാൽപാദത്തിനും നന്നായിരിക്കും. കാൽപാദത്തിന് വേദനയുള്ളവർ എന്നാൽ ഇമ്പാക്ട് എക്സസൈസസ് ഒഴിവാക്കുക. എന്ന് വെച്ചാൽ ബ്രിസ്ക് വാക്കിംഗ്, അത് ട്രെഡ്മില്ലിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, അതുപോലെ ജമ്പിങ്, ഹോപ്പിംഗ്, ജമ്പിങ് ജാക്സ്, ആ തരത്തിലുള്ള എക്സസൈസ്, സ്കിപ്പിംഗ് എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള എക്സസൈസ് അല്ല. അപ്പൊ കാൽപാദത്തിന് പ്രശ്നമുള്ളവർ ഇവയൊക്കെ ഒഴിവാക്കണം. അല്ലെങ്കിൽ പൊതുവെ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസസും പിന്നെ ഈ കാണിച്ച സ്ട്രെച്ചിങ് എക്സസൈസും വളരെ ഫലപ്രദമാണ്. പിന്നെ ഈ കാഫ് മസിലിനെ പറ്റി കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കത് ഇറ്റ് ഇസ് സപ്പോസ് ടു ബി ദ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയും. അപ്പോൾ ശരിക്കും നമ്മൾ ആ പ്രോപ്പറായിട്ടുള്ള കാഫ് പുഷപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി that stimulates the second heart and it also stimulates circulation. Definitely. അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു ഗ്യാസ്ട്രോനീമിയസും സോളിയസും എന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണത്. അപ്പോൾ കാഫ് മസിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുട്ടിന് താഴെ പുറകിൽ, കാലിന്റെ പുറകിലുള്ള വീർത്തിരിക്കുന്ന വളരെ മാംസളമായ ഭാഗം, അതിനെയാണ് ഈ കാഫ് മസിൽസ് എന്ന് പറയുന്നത്. രണ്ട് പ്രധാന മാംസപേശികളാണ് ഇതിന്റെ ഘടന, ഗ്യാസ്ട്രോനീമിയസ് പിന്നെ സോളിയസ്. അപ്പോൾ ഗ്യാസ്ട്രോസോളിയസ് കോംപ്ലക്സ് എന്നാണ് ഇതിന് പറയുന്നത്. അതാണ് പിന്നെ ചുരുങ്ങി വന്ന് അക്കിൽസ് ടെൻഡോൺ അല്ലെങ്കിൽ ടെൻഡോ അക്കിലീസ് ആയിട്ട് ഉപ്പുറ്റിയിൽ ചെന്ന് യോജിക്കുന്ന ഭാഗം. അപ്പോൾ ആ മസിലിന്റെ സ്ട്രെങ്ത് മുഴുവൻ ടെൻഡോ അക്കിലീസിൽ കോൺസെൻട്രേറ്റഡ് ആയി വരാം. ഒരു വലിയ മസിലിന്റെ ഇങ്ങനെ അത് വീതി കുറഞ്ഞു വന്ന് ആ വള്ളിയിലേക്ക്, അപ്പോൾ ആ വള്ളി സുശക്തമായി നിലനിർത്താൻ സാധിച്ചാൽ കാൽപാദത്തിന്റെ ശക്തിയും നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് ഹാർട്ടായിട്ടാണ്, പെരിഫറൽ ഹാർട്ടായിട്ടാണ് ഈ മസിലിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മസിലിന്റെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്ന വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രക്തചംക്രമണം നമുക്ക് നല്ല രീതിയിൽ നന്നാക്കിയെടുക്കാൻ പറ്റും. ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ് ദാറ്റ് യു റേസ്. പിന്നെ ഇപ്പോൾ ഒരുപാട് പേര് ധാരാളം നടക്കണം, ഓടണം, ചാടണം, ഒരു സർട്ടൻ ഏജ് കഴിഞ്ഞാൽ ഇത് പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം സ്പെഷ്യലിസ്റ്റും ഉണ്ട്. ഇപ്പം പണ്ട് കാലത്തൊക്കെ നടന്നാൽ മതി, അത് തന്നെ വലിയൊരു എക്സസൈസ് ആണെന്ന് പറഞ്ഞിരുന്നു ആൾക്കാർ. പക്ഷെ ഇന്നിപ്പോ പലരും അതിനെ എതിർപ്പ് പറയുന്നുണ്ട്. ഒരുപാട് ഫോഴ്സിബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നടന്നുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് വെയിറ്റ് ലോസോ അതിനൊന്നും ഹെൽപ്പ് ചെയ്യില്ല എന്ന് അതിനെ കുറിച്ച് എന്താ? വളരെ ശരിയാണ്. ഞാൻ എതിർക്കുന്നവരിൽ ഒരാള്. കാരണം നടത്തൊരു നല്ല വ്യായാമമല്ല. ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചോ, നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചോ. നടത്തം ഒരു നല്ല വ്യായാമമല്ല. നടത്തം ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രമാണ്. എന്ന് വെച്ചാൽ ശാരീരികമായ ഒരു പ്രവർത്തനം. നമ്മൾ സംസാരിക്കുന്ന പോലെ മസിൽ കോൺട്രാക്ഷൻ ആണ് വ്യായാമം എങ്കിൽ നമുക്ക് കുറെ വാച പിടിച്ചാൽ പോരെ. കാരണം എന്റെ താടിയെല്ലാം അനങ്ങുന്നുണ്ട്, അപ്പൊ അത് നല്ല വ്യായാമമല്ലേ. ഞാൻ കൈയും കാലും ഒക്കെ ഇട്ട് അടിക്കുന്നുണ്ട്, അത് നല്ല വ്യായാമമല്ലേ. അല്ല, ദാറ്റ് ഈസ് ഫിസിക്കൽ ആക്ടിവിറ്റി. എക്സസൈസ് എന്ന് പറയുന്ന നടത്തം ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ഇപ്പൊ നമ്മൾ കാണാറുണ്ട് ലീഷർലി വാക്കിംഗ്, വെറുതെ റോഡിൽ കൂടി ഇങ്ങനെ നടക്കുന്നവര്, അവര് കരുതുന്നവര് വ്യായാമം ചെയ്യുന്നു. ഒരിക്കലുമല്ല. അങ്ങനെ വ്യായാമം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ്ട് 7 മുതൽ 8 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ നടക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഏതാണ്ട് ജോഗിങ് സ്പീഡായി. പിന്നെ നടത്തം ഒരു ഏറ്റവും ശരീരത്തിന് ചെയ്യാവുന്ന പ്രക്രിയകളിൽ ഏറ്റവും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് നടത്തം. എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ എനർജി, ഊർജം, പക്ഷെ മാക്സിമം ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് വളരെ കുറവും ഔട്ട്പുട്ട് വളരെ കൂടുതലുമുള്ള ഒരു പ്രക്രിയ എന്ന് പറയുമ്പോൾ ഹൈലി എനർജി എഫിഷ്യൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്, അല്ലേ? ശരിയല്ലേ? അങ്ങനെ എനർജി എഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ കുറെ കലോറി കത്തിച്ച് കളയുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, നടത്തത്തിലൂടെ നിങ്ങൾക്ക് കാര്യമായി കലോറി ഒന്നും പോകുന്നില്ല, ഒന്നും നഷ്ടപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ വണ്ണം കുറയ്ക്കാൻ നിങ്ങൾ നടത്തത്തിലൂടെ ശ്രമിക്കുന്നത് വെറും വ്യർത്ഥമായ ഒരു രീതിയാണ്. ഓക്കെ, അപ്പോൾ നടത്തം നല്ലതല്ല എന്നാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും അല്ല. നടത്തം നല്ലതാണ്. ഈ പറയുന്ന അയവിനും ജോയിൻസിന്റെ പ്രവർത്തനത്തിനും അതുപോലെ മാംസപേശികൾക്ക് അയവ് വരുത്തുന്നതിനും പിന്നെ കാർഡിയോവാസ്കുലർ എക്സസൈസ് എന്നല്ലെങ്കിൽ ഹൃദയവും അനുബന്ധ അവയവങ്ങൾക്കും ആരോഗ്യം പ്രദാനം ചെയ്യാനും അത് നിലനിർത്താനും നടത്തം നല്ലത് തന്നെ. പക്ഷെ അത് കാരണം നിങ്ങളുടെ വണ്ണം കുറയാനൊന്നും പോകുന്നില്ല. അതുപോലെ പ്രമേഹത്തിലെ കാര്യമായ മാറ്റങ്ങളും വരാൻ പോകുന്നില്ല. പിന്നെ കാലിന് പ്രശ്നമുള്ളവർ സൂക്ഷിക്കുക, വെളുക്കാൻ തേച്ചത് പാണ്ടാവാതിരിക്കുക. അമിതാവേശം കാണിച്ച് ഓടാനും ചാടാനും ജമ്പിങ് ജാക്ക് ചെയ്യാനും സ്കിപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ കാൽപാദത്തിന് പണി കിട്ടും. വണ്ടർഫുൾ.
ഈ റീബൗണ്ടിങ് എക്സസൈസസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? റീബൗണ്ടിങ് എക്സസൈസിനോട് എനിക്ക് അഭിപ്രായമില്ല. ഇല്ല. ഓസ്റ്റിയോപൊറോസിസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും? ഇല്ല. ഇല്ല. ഓസ്റ്റിയോപൊറോസിസ് പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആകെ റെസിസ്റ്റൻസ് എക്സസൈസസ് ആണ്. യു ഹാവ് ടു ഡു റെസിസ്റ്റൻസ് എക്സസൈസസ് എന്ന് വെച്ചാൽ വെയ്റ്റ്സ്, ഈവൻ നിങ്ങൾ വെയ്റ്റ്സ് പൊക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന, ഉദാഹരണം സ്ക്വാറ്റ്സ്. അതിന് നിങ്ങൾ വേറെ വെയിറ്റ്സ് ഒന്നും അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബോഡി വെയിറ്റ് ആണ് അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് പ്രയോഗിക്കുന്നത്. ആ രീതിയിൽ എക്സസൈസസ് മാത്രമേ ഓസ്റ്റിയോപൊറോസിസിനെ തടയുന്നതായിട്ട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഈ റിബൗണ്ട് എക്സസൈസസ് ഒക്കെ വെറും ഒരു ഫാഡ് മാത്രമാണ്. വളരെ സന്തോഷം. നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഞാൻ ഫുഡ് കെയറിനെ സംബന്ധിച്ച് ഫുഡിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ സതീഷ് ഭട്ടിനോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. വളരെ ഭംഗിയായിട്ട് നമുക്ക് അദ്ദേഹം ഉത്തരങ്ങൾ തന്നു കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. നമ്മൾ രണ്ടാളും ശരീരത്തിന്റെ രണ്ടറ്റങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്, എന്നാലും ഒരേ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഇറ്റ് വാസ് ഗ്രേറ്റ് ടോക്കിംഗ് ടു യു. നിങ്ങളും ആസ്വദിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ ദി ഗൈഡ്. താങ്ക് യു. ബൈ. Thank you.